ശരിക്കും എന്തു പഠിച്ചാലാണ് 2025 ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സസിനാണ് ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉള്ളത്? ഇത് നിങ്ങളുടെ മാത്രം സംശയമാണ്? അല്ല, മെജോറിറ്റി കുട്ടികൾക്കും ഈ സംശയമുണ്ട്. പഴയ പോലെ 3 വർഷത്തെയോ 4 വർഷത്തെയോ ഡിഗ്രി കോഴ്സസ് മാത്രമല്ല, ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് നമ്മളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഏത് കോഴ്സ് എടുക്കുമെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഏത് കോഴ്സ് പഠിച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് കയറാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടെക്നിക്കൽ കരിയറാണ് നിങ്ങൾക്ക് ഇഷ്ടമേ, ആ ഫീൽഡിൽ ഒരു ജോബ് ആണ് നിങ്ങളുടെ ലക്ഷ്യമേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കോഴ്സസ്. പ്രോഗ്രാമിംഗ് ഇഷ്ടമുള്ളവരാണ് മൈ ഫസ്റ്റ് സജഷൻ ഈസ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് വിത്ത് AI. അതെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം, ഊബർ, സ്പോട്ടിഫൈ ഇതെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത് പൈത്തൺ യൂസ് ചെയ്തിട്ടാണ്. എല്ലാ മേജർ കമ്പനീസും ഇപ്പൊ പൈത്തൺ പ്രോഗ്രാമിലാണ് പുതിയ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ വെറുതെ ഒരു പൈത്തൺ പഠിച്ചിട്ട് കാര്യമില്ല, AI ഇന്റഗ്രേറ്റഡ് കോഴ്സ് തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് ഈ മാർക്കറ്റിന് ആവശ്യമുള്ള ഒരു റിസോഴ്സ് ആയി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇനി കോഡിംഗ് നിങ്ങൾക്ക് താല്പര്യമേ ഇല്ല, മൈ നെക്സ്റ്റ് സജഷൻ ഈസ് ഡാറ്റ അനലിറ്റിക്സ്. അതെ, 1000 രൂപ മുതൽ 1000 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ബിസിനസിന്റെയും എസെൻഷ്യൽ ഭാഗം ആ ഡേറ്റ പ്രോപ്പർ ആയി അനലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡേറ്റ അനലിസ്റ്റിനെയാണ്. അവർ നെക്സ്റ്റ് സജഷൻ ഈസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അതെ, IT ഇൻഡസ്ട്രിയിൽ എന്നും സാധ്യതയുള്ള ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഓൾഗുഡ് മുതൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ജെമിനി വരെ എല്ലാം പ്രോപ്പർ ഡെവലപ്മെന്റിന് ശേഷം ടെസ്റ്റിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയത്. ഇനി IT കരിയർ വേണ്ട, പ്രോഗ്രാമിംഗ് താല്പര്യവുമില്ല, പക്ഷേ ഒരു സക്സസ്ഫുൾ കരിയർ എനിക്ക് ബിൽഡ് ചെയ്യണം എങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട 3 കോഴ്സസ്. അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള KKR ഗ്രൂപ്പും ബ്ലാക്ക് സ്റ്റോണും എല്ലാം $1 ട്രില്യൺ ആണ് ഇന്ത്യൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരൊന്നും കാണാതെ അത് ചെയ്യില്ലല്ലോ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്കാണ്. ഇവിടെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സാധ്യതകൾ തുറക്കുന്നത്. അതെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ഹോസ്പിറ്റലിന്റെ പല മേഖലകളിലേക്ക്, ബില്ലിംഗ്, ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻസ്, ഇൻഷുറൻസ്, അങ്ങനെ ഡിഫറെന്റ് മാനേജ്മെന്റ് റോളിലേക്ക് നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഏറെയാണ്. 2025 ഇന്ത്യൻ പോർട്ട് ബില്ലിന് ശേഷം ഒരുപാട് ജോലി സാധ്യതകളാണ് ലോജിസ്റ്റിക് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈ മേഖലകളിലെല്ലാം വിദേശത്തും സ്വദേശത്തുമായി നല്ല സാലറിയോട് കൂടി ജോലിക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇനി ഹോസ്പിറ്റലും വേണ്ട, വെയർഹൗസ് മാനേജ്മെന്റിലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതെ, ഇന്ന് നമ്മുടെ ലോകത്ത് എല്ലായിടത്തും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ സ്ക്രീൻ ടൈം നോക്കി നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഡിജിറ്റലി എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമ്മൾ പഠിക്കുന്നത്. സോ AI ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്നവർക്ക് കരിയർ ഒരു ഹോട്ട് ഷോട്ട് ആയിരിക്കും. ഈ കോഴ്സ് എല്ലാം പഠിച്ചാൽ 100% ജോലി, അത് വെറുതെ പറയുന്നതാണ്. ശരിക്കും ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് എടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് തട്ടിക്കൂട്ടിയാൽ ജോലി കിട്ടത്തേയില്ല. മറിച്ച് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാലിഡ് ആയിട്ടുള്ള ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനോട് കൂടി ഇന്നത്തെ മാർക്കറ്റിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കി ഡിസൈൻ ചെയ്ത ഒരു കോഴ്സ് പഠിച്ചാൽ ഒരു 100% ഒരു നല്ല കരിയർ ഉറപ്പാണ്.